ഇപ്പം ഞാനും എൻ്റെ ഭാര്യ ആർട്ടിസ്റ്റുകളാണ്. ഞങ്ങൾ മെയിൻ വരുമാനം ഞങ്ങളുടെ സീരിയൽ. പണ്ടത്തെ സീരിയൽ പോലെയല്ല ഇപ്പോഴത്തെ സീരിയൽ. വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? മാറ്റമെന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റുകൾക്ക് ഇപ്പം നമ്മൾ അത്യാവശ്യം ഇത്തിരി റെമ്യൂണറേഷൻ വാങ്ങിക്കുന്ന ആർട്ടിസ്റ്റ് ആണെങ്കിൽ പണ്ടൊക്കെ നമുക്കൊരു 8 ദിവസം 10 ദിവസമൊക്കെ വർക്കൊക്കെ ഉണ്ടാവും. ഇന്നതില്ല. കാരണം നമ്മളുടെയൊക്കെ അച്ഛൻ അമ്മ ചേട്ടൻ വേഷങ്ങളാണല്ലോ. നമ്മളുടെ മാത്രമാക്കി വച്ച് ഒരു ദിവസം 2 ദിവസം കൂടി വന്നാൽ 3 ദിവസം കൊണ്ട് തീർക്കാണ്. ഓക്കെ, നമ്മുടെ പോർഷൻ മാത്രം സെറ്റ് ചെയ്ത് വെച്ച്. അപ്പം നമുക്ക് അവിടെ നമ്മുടെ വരുമാനം 3 ദിവസമായി വരണം. 8 ദിവസം കിട്ടുന്ന വരുമാനം നമ്മുടെ 3 ദിവസത്തേക്ക് ചുരുങ്ങാണ്. നന്നായിട്ട് പണിയെടുത്ത് വിശ്രമമില്ലാത്ത ഷോട്ടുകൾ സീനുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പരാതിയില്ല നമുക്ക്. കാരണം അവരെ സംബന്ധിച്ചിട്ടും അവർക്കും ഈ പറഞ്ഞ പ്രൊഡ്യൂസർക്ക് പ്രോഫിറ്റ് കിട്ടണ്ടേ. ഡയറക്ടറെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഫുട്ടേജ് കൂട്ടി കൊടുത്താലേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഡയറക്ടറുടെ സീറ്റ് വരെ തെറിച്ചു പോകും. അപ്പോൾ ആരെയും നമുക്കിതിൽ പഴിചാരാൻ പറ്റില്ല. അപ്പോൾ സീരിയൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത്രയും ഞാണുമേകളിയാണ്. പണ്ടത്തെ മാതിരിയല്ല. ആളുകളുടെ വിചാരം 30 ദിവസം സ്ക്രീനിൽ വന്നാൽ 30 ദിവസം കാശ് കിട്ടുന്നതാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. മിക്ക ദിവസം സ്ക്രീനിൽ കാണാം, ഈ ദിവസം മുഴുവൻ നമുക്ക് പൈസ കിട്ടാല്ലേ. ഇതൊരു 3 ദിവസം കൊണ്ട് എത്തിയിട്ടാണെങ്കിൽ 1 മാസം മുഴുവൻ അടിച്ച് തകർത്ത് വിടണം എന്നുള്ളത് വല്ലവർക്കും അറിയൂ. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ അത്ര ഒരു ഇതിലാണ് ഞങ്ങൾ ജീവിക്കണം. ഞാനും ഇപ്പം എൻ്റെ വീടെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഞങ്ങൾക്ക് മാനേജറില്ല, ഡ്രൈവറില്ല, കാര്യസ്ഥനില്ല, ആരുമില്ല. ഞങ്ങൾ തന്നെ കുക്കുമില്ല. അവൾ തന്നെ കുക്ക്, അവൾ തന്നെ ജോലിക്കാരി, ഞാൻ തന്നെ ഡ്രൈവർ, ഞാൻ തന്നെ മാനേജർ എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി എടുത്ത് സാധനങ്ങൾ വാങ്ങിക്കുന്നു, കടയിൽ പോയി ബൈക്കിന് വാങ്ങിച്ചു വരുന്നു, ഞങ്ങളുടെ വീട്ടിൽ കറി വയ്ക്കുന്നു, ഒരു മീൻ കറി വെച്ചാൽ, ഒരു മെഴുക്കുവരട്ടിയും വെച്ചാൽ പപ്പടം നിർബന്ധമാണ്. ഇതാരെങ്കിലും ഒക്കെ വിശ്വസിക്കും മനോജ് ചേട്ടാ? കാരണം എനിക്കാരും വിശ്വസിക്കേണ്ട നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും. ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ് അജിൻ. ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഞാണുമേകളിയാണ്. എനിക്ക് വലിയ ആഗ്രഹങ്ങളില്ല, അതാണ് എൻ്റെ ദുഃഖമില്ലായ്മയ്ക്ക് കാരണം. ഞാനിപ്പോൾ സിനിമാ രംഗത്തുള്ള ഏതെങ്കിലും നടന്മാരുടെ അല്ലെങ്കിൽ എൻ്റെ ഒപ്പം വന്നിപ്പോൾ പോട്ടെ, സുരാജ് വെഞ്ഞാറമൂട്, അവന് ഞാനൊക്കെ ഒരുമിച്ച് മിമിക്രി കളിച്ചതാണ്. എന്നാൽ അവന് ഇത്രയും വലിയ ആർഭാട ജീവിതമുണ്ട്, അവന് കാറുണ്ട്, അവന് ഇത്ര കാറുകളുണ്ട്, അവന് ഇത്ര ലക്ഷം കോടികളുടെ ഫ്ലാറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനതിൽ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? അതിൽ കുശുമ്പ് അസൂയയുമില്ല. ദൈവം സത്യം, എൻ്റെ അമ്മ സത്യം, എൻ്റെ പെറ്റ അമ്മയും അച്ഛനും സത്യം, എനിക്ക് ആരോടും അസൂയയില്ല. കാരണം അത് അവൻ്റെ മനസ്സിൻ്റെ, അവന് ദൈവം വിധിച്ചിരിക്കുന്ന ഭാഗ്യമാണത്. ഇല്ലേ? സിനിമ എന്ന് പറഞ്ഞാൽ എന്തെന്നാ? ഭാഗ്യവും കഴിവുമാണ്. ഭാഗ്യത്തിന് ഘടകമുണ്ടോ? ഭാഗ്യം നന്നായിട്ട് വേണം. കഴിവുണ്ടായിട്ടും കാര്യമില്ല, ഭാഗ്യം നന്നായിട്ട് വേണം. ഈ ലാലേട്ടൻ 20-ാം നൂറ്റാണ്ടിൽ പറഞ്ഞ മാതിരി ഏറെ ഭാഗ്യവും അല്പം ബുദ്ധിയും ഉണ്ടെങ്കിൽ ആർക്കും കള്ളക്കടത്തുകാരനാവെന്ന് പറഞ്ഞില്ലേ സാർ? ഈ ഇങ്ങനെ ആവണമെങ്കിൽ എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ ഇതെന്ന് ചോദിക്കില്ല ബി ചേച്ചി. അപ്പോൾ പറയൂല്ലോ പുള്ളി, ഏറെ ഭാഗ്യവും അല്പം ബുദ്ധിയും ഉണ്ടെങ്കിൽ ആർക്കും കള്ളക്കടത്തുകാരനാവാം. കറക്റ്റല്ലേ? അതെ, ഏറെ ഭാഗ്യം വേണം. എന്നുവെച്ചാൽ കള്ളക്കടത്തുകാരനാവാൻ വേണ്ടി പറഞ്ഞല്ലേ ഞാൻ. ആ പറഞ്ഞ ഡയലോഗിൽ കാര്യമുണ്ട്. ഈ കള്ളക്കടത്തുകാരെ പിടിക്കാതിരിക്കണമെങ്കിൽ ഭാഗ്യം വേണം. അതാണ് പുള്ളി ഉദ്ദേശിച്ചത്. എഴുത്ത് നാളെ ഇനിയും വരും. അതെ, ഞാൻ മറ്റേ കള്ളക്കടത്തുകാരനെ കുറിച്ച് പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ പേടിയാണ് ഞങ്ങൾ അവരൊന്നും പറയാനൊക്കെ കേട്ട്. ഇത് ഏത് രീതിയിലെടുക്കുന്ന അറിയില്ല.